അത്യാവശ്യം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നോ ബന്ധുവിൽ നിന്നോ ഒരു 50,000 രൂപ കൈപ്പണമായി, അതായത് ക്യാഷ് ആയി വാങ്ങിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നാട്ടിലൊരു സ്ഥലം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് തുകയായി 1,00,000 രൂപ നിങ്ങൾ ക്യാഷ് ആയി കൊടുത്തു. നമ്മളിൽ ഭൂരിഭാഗം പേരും നിത്യജീവിതത്തിൽ ചെയ്യുന്ന വളരെ സാധാരണമായ ഒരു കാര്യമാണിതല്ലേ? എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ വാങ്ങിയ അത്രയും തുക തന്നെ, അതായത് 1,00,000 രൂപ വാങ്ങിയെങ്കിൽ 1,00,000 രൂപ തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് വകുപ്പ് പിഴയായി ചുമത്താം. ഓൺലൈനായി പണം കൈമാറാതെ കൈപ്പണമായി 20,000 രൂപയ്ക്ക് മുകളിൽ ലോണായോ അഡ്വാൻസ് ആയോ വാങ്ങിയാൽ 100% പെനാൽറ്റി ഈടാക്കുന്ന ഇന്ത്യയിലെ ഒരു നിയമമാണിത്. 2025-2026 കാലയളവിൽ ഈ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പലരും വിചാരിക്കുന്നത് ഇത് ഈ അടുത്ത കാലത്ത് വന്ന പുതിയ നിയമമാണെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതൊട്ടും പുതിയ നിയമമല്ല. 1984 മുതൽ, അതായത് കഴിഞ്ഞ 40 വർഷമായി ഇന്ത്യയിലുള്ള നിയമമാണിത്. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞ ആ മാറ്റം എന്താണ്? സാധാരണക്കാരായി നമ്മൾ എങ്ങനെയൊക്കെയാണ് അറിയാതെ ഈ കെണിയിൽ ചെന്നപ്പെടുന്നത്? ഇതിൽ നിന്ന് എങ്ങനെ നിയമപരമായ വഴികളിലൂടെ രക്ഷപ്പെടാം? ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്നത് ആദായ നികുതി നിയമത്തിലെ ഏറ്റവും അപകടകരമായ സെക്ഷൻ 269 കുറിച്ചാണ്. നമുക്ക് ആദ്യം ഈ നിയമം എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 അനുസരിച്ച് ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ 20,000 രൂപയോ അതിൽ കൂടുതലോ തുക ക്യാഷായി കടം വാങ്ങാൻ അവകാശമില്ല. അപ്പോൾ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്, ഓഡിറ്റിന് വിധേയമാകാത്തവർക്ക് ഈ പ്രശ്നം ഇല്ലല്ലോ എന്നായിരിക്കും ആ ചോദ്യം. എന്നാൽ എപ്പോഴെങ്കിലും ഒരു ഓഡിറ്റിന് വിധേയനായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം. നിങ്ങൾക്കൊരു 20,000 രൂപയ്ക്ക് മുകളിൽ ലോണോ അഡ്വാൻസോ വേണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ കൈമാറാൻ പാടുള്ളൂ. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് പേയി ചെക്ക് വഴിയോ മാത്രമേ പണം വാങ്ങാവൂ. ഇനി ഇതിന്റെ തുടർച്ചയായ മറ്റൊരു നിയമം കൂടിയുണ്ട്, സെക്ഷൻ 269T. ഇതനുസരിച്ച് നിങ്ങൾ വാങ്ങിയ ഈ കടം പലിശ സഹിതം തിരിച്ചു കൊടുക്കുമ്പോഴും തുക 20,000 മുകളിലാണെങ്കിൽ അത് ക്യാഷായി നൽകാൻ പാടില്ല. അതും ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ തിരിച്ചു നൽകണം. ചുരുക്കത്തിൽ 20,000 മുകളിൽ ക്യാഷായി കടം വാങ്ങരുത്, 20,000 മുകളിൽ ക്യാഷായി കടം തിരിച്ചു കൊടുക്കരുതും എന്നുമുണ്ട്. മറ്റൊന്ന്, ആദായ നികുതി വകുപ്പ് ഈ 20,000 രൂപയുടെ ലിമിറ്റിൽ സാധാരണക്കാർക്കായി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വ്യക്തികൾക്ക് തമ്മിലുള്ള ഇടപാടുകൾക്ക് ഇപ്പോഴും പരിധി 20,000 രൂപ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ വാർത്തകൾ ഇപ്പോൾ വന്നത്? കേന്ദ്ര സർക്കാർ നമ്മുടെ പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾക്കും കാർഷിക ഗ്രാമീണ വികസന ബാങ്കുകൾക്കും മുൻപ് നൽകിയിരുന്ന ചില പ്രത്യേക ഇളവുകളുടെ പരിധി 2 ലക്ഷമായി ഉയർത്തിയിരുന്നു. സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവന്ന ഈ നിയമത്തെയാണ് ചില മാധ്യമങ്ങൾ ഹെഡ്ലൈൻ ആകർഷമാക്കാൻ വേണ്ടി ക്യാഷ് ഇടപാടുകളുടെ നിയമം മാറി എന്ന രീതിയിൽ പൊതുവായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ വ്യക്തികൾ തമ്മിലുള്ള ക്യാഷ് ഇടപാടുകൾക്ക് ഈ ഇളവ് ബാധകമല്ല എന്ന് കൃത്യമായി ഓർക്കണം. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പണം വാങ്ങുന്നത്, ഇതിൽ ഇൻകം ടാക്സ് എവിടെ അറിയാനാണെന്ന്. എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന വസ്തുവിന്റെ രജിസ്ട്രേഷനിലോ എന്തെങ്കിലും ഒരു സ്ക്രൂട്ടിനി വന്നാൽ ഈ ഇടപാടുകൾ പുറത്തുവരും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ വരുന്നത് ചെറിയൊരു ഫൈനല്ല, 100% പെനാൽറ്റിയാണ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 271D പ്രകാരം ചുമത്തുക. ഇനി ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു എമർജൻസി ആവശ്യത്തിന് കൂട്ടുകാരിൽ നിന്ന് 1,00,000 രൂപ ക്യാഷ് വാങ്ങി. ഇൻകം ടാക്സ് ഇത് കണ്ടെത്തിയാൽ പണം വാങ്ങിയ നിങ്ങൾക്ക് 1,00,000 രൂപ തന്നെ പിഴയിടും. അതായത് നിങ്ങൾ വാങ്ങിയ 1,00,000 കൂട്ടുകാരന് കൊടുക്കുകയും വേണം, ഗവൺമെന്റിലേക്ക് വേറെ 1,00,000 രൂപ ഫൈൻ അടയ്ക്കുകയും വേണം. ഇവിടെ പണം കടം കൊടുത്തയാൾക്കല്ല, മറിച്ച് ക്യാഷായി പണം വാങ്ങിയ ആൾക്കാണ് ഇൻകം ടാക്സ് വകുപ്പ് പിഴ ചുമത്തുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. കേരളത്തിലെ ഈ നിയമം ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് നമ്മുടെ ഭൂമി വസ്തു കച്ചവടങ്ങളിലാണ്. നാട്ടിലൊരു സാധാരണക്കാരൻ സ്ഥലം വാങ്ങാൻ കരാർ എഴുതുമ്പോൾ ഉറപ്പിന് വേണ്ടി 1,00,000 2,00,000 രൂപ അഡ്വാൻസായി വിൽക്കുന്നയാൾക്ക് ക്യാഷായി എണ്ണിക്കൊടുക്കാറുണ്ട്. പലരും ആധാരത്തിൽ ഈ അഡ്വാൻസ് തുക ക്യാഷ് ആയിട്ടാണ് വാങ്ങിയതെന്ന് എഴുതി വെക്കുകയും ചെയ്യും. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് മുൻകൂർ വാങ്ങുന്ന അഡ്വാൻസ് തുകകൾക്കും ഈ 20,000 രൂപയുടെ ലിമിറ്റ് ബാധകമാണ്. നിങ്ങൾ ആധാരത്തിലോ എഗ്രിമെന്റിലോ 20,000 മുകളിൽ ക്യാഷ് വാങ്ങി എന്ന് എഴുതിയാൽ വിൽക്കുന്നയാൾക്ക് അത്രയും തുക 100% പെനാൽറ്റി വരാൻ അത് മതി. അതുകൊണ്ട് വസ്തു കച്ചവടം നടത്തുമ്പോൾ അഡ്വാൻസ് തുക ഓൺലൈൻ വഴിയോ ചെക്ക് വഴിയോ മാത്രം കൈമാറുക. ഈ നിയമത്തിൽ ആർക്കൊക്കെയാണ് കൃത്യമായി ഇളവുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ ലോൺ എടുക്കുമ്പോൾ അത് ക്യാഷ് ആയിട്ടാണ് തരുന്നതെങ്കിൽ അതിന് ഈ നിയമം ബാധകമല്ല. കർഷകർ തമ്മിലുള്ള ഇടപാടുകൾ.
കടം കൊടുക്കുന്ന ആളും കടം വാങ്ങുന്ന ആളും കർഷകരായിരിക്കണം. കൂടാതെ അവർക്ക് മറ്റ് ടാക്സബിൾ വരുമാനങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. ഇങ്ങനെയുള്ള രണ്ട് കർഷകർ തമ്മിൽ കൃഷി ആവശ്യങ്ങൾക്കായി പണം കൈമാറിയാൽ അതിന് പിഴ ഈടാക്കില്ല. മറ്റൊന്ന് രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ഇടപാടുകൾ. ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ അച്ഛൻ മക്കൾക്കോ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് പണം നൽകുമ്പോൾ അത് കൊമേഴ്ഷ്യൽ സ്വഭാവമില്ലാത്ത ഇടപാടുകൾ ആയതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ റീസണും ഉണ്ടെങ്കിൽ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാറുണ്ട്. എങ്കിലും സുരക്ഷിതത്വം ഓർത്ത് അത് ബാങ്ക് വഴി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഓർക്കുക, നിയമം മാധ്യമങ്ങൾ പറയുന്നത് പോലെ പുതിയതല്ല, വർഷങ്ങളായി ഇവിടെയുള്ളതാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ഇത്രയും ശക്തമായ ഈ കാലഘട്ടത്തിൽ 20,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ ക്യാഷ് ഇടപാടുകൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് സ്വയം സുരക്ഷിതരാകാനുള്ള ഒരേയൊരു വഴി. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പെനാൽറ്റിയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രവാസികളായ ബന്ധുക്കൾക്കും ഉപകാരപ്പെടാൻ തീർച്ചയായും ഷെയർ ചെയ്യുക. സാമ്പത്തിക ലോകത്തെ ഇത്തരം കൃത്യമായ നിയമങ്ങളും അപ്ഡേറ്റുകളും തെറ്റുകൂടാതെ ലളിതമായി മനസ്സിലാക്കാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.